നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നിരവധി കുട്ടികൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു കാര്യമാണ് LBSന്റെ ഓരോ സ്റ്റെപ്സും എത്ര സ്റ്റെപ്പുകൾ കൂടിയാണ് നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നീങ്ങുക എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഏകദേശം ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോ ഘട്ടത്തിലും ഏകദേശം എത്രത്തോളം സമയമെടുക്കുമെന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നത്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കയറി കാണുക, എന്നാൽ മാത്രമേ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ +2 റിസൾട്ട് വന്ന് അതിന് ഏകദേശം ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യപ്പെടുക. ഓൺലൈനായിട്ടാണ് LBSന്റെ ആപ്ലിക്കേഷൻസ് നൽകുക. ഏകദേശം നമ്മൾ നോക്കിയാൽ LBSൽ 10-ലധികം സ്റ്റെപ്പുകൾ കൂടിയാണ് നമ്മൾ നടന്നു പോകേണ്ടതായിട്ട് വരിക. കാരണം അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഇച്ചിരി നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. പല കുട്ടികൾക്ക്, മാർക്കുള്ള കുട്ടികൾക്ക് പോലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരിക. കഴിഞ്ഞ വർഷങ്ങളിൽ OBC ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 800 രൂപയും മറ്റുള്ള വിഭാഗത്തിന് 400 രൂപയും, SC/ST കാറ്റഗറിയിലൊക്കെ 400 രൂപയുമായിരുന്നു ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടിയിരുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ നൽകി ഏകദേശം ഒരു 3 ആഴ്ച 4 ആഴ്ച സമയമാണ് സാധാരണ രീതിയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിടുക. അപ്പോൾ ഏറ്റവും ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താലും ഏറ്റവും അവസാനത്തെ ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്താലും ഒരേ കൺസിഡറേഷൻ തന്നെയാണ് കിട്ടുന്നത്. എങ്കിലും നമുക്ക് ഡോക്യുമെൻ്റ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് സമയത്ത് നമ്മളത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇത് റെഡിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേങ്കിൽ ചില സമയങ്ങൾ കറക്ഷന് വേണ്ടി വിൻഡോസ് ഓപ്പൺ ചെയ്യാതിരിക്കുകയും നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ പ്രോപ്പറായിട്ട് ഇല്ല കൊടുത്തതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില റിസർവേഷൻസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ റിസർവേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഡോക്യുമെൻറ്റുകൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇനിയും ഏകദേശം 1 മാസത്തോളം സമയമുണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ റെഡിയാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ കൊടുത്ത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ പ്രൊവിഷണലി അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ഇൻഡിവിജ്വലി പരിശോധിക്കുകയും അങ്ങനെ ഓരോ ഡേറ്റാസും വ്യക്തമായിട്ട് ഇൻഡിവിജ്വൽ, അതായത് മാനുവലി പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് കറക്ഷൻസ് ഒന്നുമില്ല, നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡേറ്റാസൊക്കെ ക്ലിയർ ആണ്, നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ ക്ലാരിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈഡ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുട്ടികളുടെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഇത് കറക്ഷൻ ടൈമിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കറക്ഷൻ ടൈമാണ്. അപ്പോൾ ഈ കറക്ഷൻ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ആയിരിക്കത്തില്ല നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവരെന്താണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിസർവേഷൻസ് ലഭിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ പല കുട്ടികൾക്ക് പല അബദ്ധങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കറക്ഷൻ ടൈമാണ്. സാധാരണ 2 തൊട്ട് 3 ദിവസം വരെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കി ഇടുക. അപ്പോൾ ആ ഒരു സമയത്തിന് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ പ്രൊവിഷണലി വെരിഫൈഡ് ആണോ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം, മാർക്കുകൾ വരാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. സാധാരണ രീതിയിൽ 2026 +2 HSC കേരളയിൽ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡാറ്റാബേസിൽ നിന്നും അപ്ലോഡ് ചെയ്ത് എടുക്കുന്നതാണ്. അതല്ലാതെ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാർക്കുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് രജിസ്റ്റർ നമ്പർ അവിടെ ചോദിച്ചെന്ന് വരാം, അത് റെഡിയാക്കി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ +2 പാസ്സായ കുട്ടികളോ അല്ലെങ്കിൽ ഈ വർഷം മറ്റുള്ള സ്ട്രീമുകളിൽ CBSE, ICSE തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ കമ്പ്യൂട്ടർ കോപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിയിരിക്കുന്ന കമ്പ്യൂട്ടർ കോപ്പി ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ള കുട്ടികൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ പാസ് ഔട്ടായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിൻ്റെ സ്കാൻഡ് കോപ്പീസ് തന്നെയായിരിക്കും എടുക്കേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റിൽ നിന്ന് സ്കാൻ ചെയ്ത് വെക്കാതിരിക്കുക, ഒറിജിനൽ കോപ്പി തന്നെ സ്കാൻ ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം കറക്ഷൻ ടൈമാണ്. മൂന്നാമതായിട്ട് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകളാണ്.
അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്കുകൾക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാനുള്ള അവസരമാണ്. അതിനും ഒരു സമയം നൽകുന്നത്. അതും 2 തൊട്ട് 3 ദിവസം വരെയാണ് മാക്സിമം സമയം തരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുക. നമ്മുടെ പൊസിഷൻ എത്രത്തോളം ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെയാണ് ഉണ്ടാവുകയുള്ളൂ. മിക്കവാറും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ് നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൊസിഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതുകൂടാതെ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ 4ാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് കോളേജുകൾ ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് 5ാമത്തെ ഘട്ടം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ 5ാമത്തെ ഘട്ടത്തിൽ നമ്മൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജുകളൊക്കെ കേരളത്തിൽ ഏകദേശം നഴ്സിംഗിലാണെങ്കിൽ തന്നെ 170 കൂടുതൽ കോളേജുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ വർഷം വീണ്ടും 5-6 കോളേജസും കൂടെ പുതുതായിട്ട് ഒരു പക്ഷേങ്കിൽ ആഡ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ പല കോളേജസിലും പല ക്വാളിറ്റിയിലാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഒരു 3-4 വർഷം മുന്നേ വരെ നമുക്ക് കേരളത്തിലെ ഏത് കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോഴും സേഫായിട്ട് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ സേഫായിട്ട് സെലക്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ക്വാളിറ്റി വൈസും എല്ലാം ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പല കോളേജുകളിലും വളരെ പത്തറ്റിക് സിറ്റുവേഷനിൽ അതായത് നമുക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ കോളേജുകളെക്കാളും വളരെ ലോ ലെവലിൽ പോകുന്ന കോളേജസ് പോലും കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻസ് എടുക്കുക. നമ്മൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഇൻഡിവിജ്വലായിട്ട് ഓരോ കോളേജുകളെ കുറിച്ചും അതായത് ഈ കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളെ കുറിച്ച് വിശദമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയിൽ നിങ്ങളുടെ എബിലിറ്റിക്ക് അല്ലെങ്കിൽ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഏത് കോളേജുകളിലേക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേരള ഗൈഡൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ LBS മാത്രമല്ല മറ്റുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനുകളിലേക്കൊക്കെ ആണെങ്കിലും ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനും മറ്റുള്ള ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ നൽകുന്നതിനൊക്കെ നമ്മൾ മെമ്പേഴ്സിന് ആ ഒരു പ്രൊവിഷൻസ് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴിയൊക്കെ ആണെങ്കിലും ഞുറുക്കി പലതവണ ആയിട്ട് ഫീസ് നൽകുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് അവിടെയും നൽകുന്നുണ്ട് പല ഇതിലായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും എൻ്റെ ഗൈഡൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോളേജ് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മികച്ച കോളേജുകൾ ആദ്യമേ കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ഒരു കോളേജായിരിക്കും ഏറ്റവും ആദ്യം അഡ്മിഷൻസിന് വേണ്ടി നൽകുക. അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും മികച്ച കോളേജുകൾ തന്നെ അഡ്മിഷൻസ് നൽകിയാൽ മാത്രമേ ഹയർ ഓപ്ഷനുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും അടുത്ത ഘട്ടം 6ാമത്തെ ഘട്ടം എന്ന നിലയിൽ നമ്മൾ നോക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ നൽകിയിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റുകൾ പ്രകാരം നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അവരൊരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് നമുക്കൊരു മോക്ക് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതാണ്. അപ്പോൾ അതിനെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഏത് കാറ്റഗറി ഏത് ലെവലിലുള്ള കോളേജിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് വീണ്ടും കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഒരു പക്ഷേങ്കിൽ ചില കുട്ടികൾ 50 കോളേജുകളായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു കോളേജ് ലഭിച്ചെന്ന് വരികയില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ കോളേജുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 7ാമത്തെ ഘട്ടം എന്ന നിലയിലാണ് മെയിൻ അലോട്ട്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് മെയിൻ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് കോളേജുകൾ ലഭിച്ചിട്ടുണ്ടെന്നെങ്കിൽ നമ്മൾ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏകദേശം 25,000 രൂപയാണ് ജനറൽ കാറ്റഗറി OBC വിഭാഗത്തിലുള്ള കുട്ടികൾ നൽകേണ്ടതായിട്ട് വരിക. OBH കാറ്റഗറി അല്ലെങ്കിൽ OEC റിസർവേഷൻ ഉള്ളവർ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ SC ST കാറ്റഗറിയിലെ കുട്ടികൾക്കാണെങ്കിൽ 1000 രൂപ ടോക്കൺ ഫീസ് അടച്ചാലും മതിയാകും. അഥവാ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുന്നതാണ്. വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റുകൾ അപ്പം 8ാമത്തെ 9ാമത്തെ സ്റ്റെപ്പായിട്ട് ഈ പറയുന്ന 2 അലോട്ട്മെൻറ്റുകളും കൂടെ വരുന്നതാണ്.
അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ കോളേജുകൾ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് വെക്കാനായിട്ടും, അപ്പോൾ നമ്മൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കോളേജിന് മുകളിലേക്കുള്ള കോളേജുകൾ മാത്രമായിരിക്കും റീഅറേഞ്ച് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മികച്ച കോളേജുകൾ തന്നെ ഉൾപ്പെടുത്തി നമ്മളൊരു നല്ലൊരു ലിസ്റ്റുകൾ തയ്യാറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം 9ാമത്തെ സ്റ്റെപ്പ് വരെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻസ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് നമ്മൾ 10ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ മെമ്മോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ 10ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 3ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ മെമ്മോ അഥവാ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അഡ്മിഷൻ മെമ്മോ ലഭിക്കുന്നതാണ്. ആ അഡ്മിഷൻ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം 11ാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏകദേശം കോളേജ് ജോയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഫസ്റ്റ് ഇയറിലെ ഫീസ് എല്ലാം അടച്ച് നമ്മൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 11ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കോളേജ് ജോയിനിങ് ആണ് ഇവിടെ നിൽക്കുന്നത്. അഥവാ ഏതെങ്കിലും കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4ാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളായിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളായിട്ടുള്ള 4, 5, 6 എന്ന് പറഞ്ഞിട്ട് ഓരോ അലോട്ട്മെൻറ്റുകളും നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 തൊട്ട് 11 സ്റ്റെപ്പാണ് നോർമലി ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 20ഓളം സ്റ്റെപ്പുകളിലേക്ക് മുന്നോട്ടും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്പുകളിലും നമ്മൾ സപ്പോർട്ട് നൽകുന്നതാണ്. അപ്പോൾ ഏകദേശം LBSൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോ ഘട്ടത്തിലും, അതായത് ഈ അഡ്മിഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വീക്കെൻഡുകളിലും നമ്മൾ കേരള ഗൈഡൻസിൻ്റെ കുട്ടികൾക്കുള്ള ഗൈഡൻസ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേരള ഗൈഡൻസിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.